വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സ്പോർട്സ് കൗൺസിൽ നിർമ്മിക്കുന്ന ടർഫ് മൈതാന നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ടർഫ് മാർച്ചിൽ നാടിന് സമർപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. 80% പ്രവൃത്തി പൂർത്തിയാക്കിയ ടർഫ് കായിക പ്രേമികൾക്ക് മാർച്ചിൽ തുറന്നുകൊടുക്കും. ടർഫിന്റെ പുല്ലുവിരിക്കലും ലൈറ്റുകൾ പിടിപ്പിക്കലും ഇന്റർലോക്ക് കട്ടവിരിക്കലും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളും മാത്രമാണ് അവശേഷിക്കുന്നത്. വാണിയംകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ 93 സെന്റ് സ്ഥലത്താണ് മൈതാനമൊരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 4.32 കോടി രൂപ ചെലവിലാണ് പദ്ധതി. സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് മൈതാനം നിർമ്മിക്കുന്നത്. ചുറ്റുമതിൽ നിർമ്മാണവും കെട്ടിട നിർമ്മാണവും ഗാലറിയുടെ പ്രവൃത്തിയും മറ്റും പൂർത്തിയായി കഴിഞ്ഞു. പ്രവൃത്തി പൂർത്തീകരിക്കാൻ നിശ്ചയിച്ച സമയത്തേക്കാൾ 5 മാസം കാലാവധി കരാറുകാരന്റെ അഭ്യർത്ഥന മാനിച്ച് നീട്ടി നൽകിയിരുന്നു. ഒരു ചെറിയ തുക വാണിയംകുളം പഞ്ചായത്തിന് ലഭിക്കുന്ന നിലയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മൈതാനത്തിന് നടത്തിപ്പിനായി ഒരാളെ ചുമതലപ്പെടുത്തും. ടർഫിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. മാർച്ചിൽ കായിക പ്രേമികൾക്ക് മൈതാനം തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ടർഫ് വാണിയംകുളം പഞ്ചായത്തിന് ഒരു മുതൽക്കൂട്ടാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാണിയംകുളം പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒന്നാണ് പഞ്ചായത്ത് സ്റ്റേഡിയം. യാഥാർത്ഥ്യമാവുകയാണ്. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചെറിയൊരു സ്റ്റേഡിയമാണ്. പക്ഷേ സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇതിലുള്ളത്. ടർഫാണ്. അതാണ് ഈ അന്താരാഷ്ട്ര നിലവാരം എന്ന് പറയാൻ കാരണം. ടർഫ് പതിച്ചിട്ടുള്ള ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള ബഡ്ജറ്റ് അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഈ സ്റ്റേഡിയം മാർച്ചിൽ തുറന്നു കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പി മമ്മിക്കുട്ടി MLA, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസൻ, പഞ്ചായത്ത് അംഗം സുജിത് പി രാജ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.